കോഴിക്കോട് കുന്നമംഗലം വരട്ടേക്കല്ലിൽ 2 വീടുകൾ അപകടാവസ്ഥയിൽ. വീടിനോട് ചേർന്ന് താഴത്തെ പ്രദേശത്തെ മണ്ണെടുത്തതാണ് കാരണം. വസന്തകുമാരി, ജംഷീറ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. വീട് അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 2 വർഷമായി ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾ താമസിച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞവരാണ് ഒരു മണ്ണെടുത്ത് ഇത് ഇടിയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കളക്ടർക്കും വില്ലേജ് ഓഫീസിലും ഒക്കെ പരാതി കൊടുത്താണ്. വില്ലേജ് ഓഫീസറൊക്കെ വന്ന് നോക്കിയാണ് ഇതുവരെ ഒരു നടപടി എടുക്കാഞ്ഞത്. അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ അത് ഇടിയുകയും ചെയ്തു. അപ്പോൾ ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. എന്താ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, നമുക്കറിയാം മഴക്കാലം എത്തിയതോടെ ഈ മണ്ണിടിച്ചിൽ പോലുള്ള അപകടങ്ങളിലൊക്കെ തന്നെയും സാധ്യത നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് കൃത്യമായി പരാതികൾ നൽകിയിട്ട് പോലും യാതൊരു നടപടിയും ഈ കുടുംബങ്ങൾക്ക് ഉണ്ടാകാത്തത്. എന്താണ് ഇവർക്ക് കൃത്യമായി നടപടി ലഭിക്കാത്തത്? സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിന്റെ വിവിധ മേഖലയിൽ മഴ ശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കുറച്ച് മണിക്കൂറുകളിലായി മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ 2 കുടുംബങ്ങൾ വലിയൊരു ഭീതിയുടെ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത്. അതും കുന്നമംഗലം വരട്ടിയാക്കലിലാണ് ഇത്തരത്തിൽ ഈ കുടുംബങ്ങൾ 2 കുടുംബങ്ങൾ ഭീതിയിൽ കഴിയുന്ന ഒരു അവസ്ഥയുള്ളത്. നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിഷ്ണു. ഒരു ശക്തമായ മഴ കൂടി പെയ്താൽ ആ വീടൊക്കെ തന്നെയും നിലംപൊത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിലൊരു ആശങ്ക ആ കുടുംബം ജനം ടിവിയോട് വ്യക്തമാക്കിയിരുന്നു. വസന്തകുമാരി, ജംഷീറ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത്. വീടിനോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശത്ത് നിന്ന് സ്വകാര്യ വ്യക്തിയാണ് ഇത്തരത്തിൽ മണ്ണെടുത്തിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് വലിയൊരു രീതിയിലുള്ള ആശങ്ക ഇവർക്കുള്ളത്. ഇവർ നിരവധി തവണ അധികാരികളോട്, അതായത് ജില്ലാ കളക്ടർ അടക്കമുള്ള അധികാരികളോട് പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ മഴയാണ് ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ പെയ്യുക എന്നത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഒക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഈ 2 കുടുംബവും ഉള്ളത് വിഷ്ണു. ദിസ്ന, ഒരുപക്ഷെ നമുക്കറിയാം ഇത്തരത്തിൽ ഈ വീടിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള നിർമ്മാണത്തിന് വേണ്ടി മറ്റ് മണ്ണെടുക്കുന്ന സംബന്ധിച്ചൊക്കെ കുറേ നിയമ നടപടികൾ വേണം. അത്തരത്തിലുള്ള നിയമ നടപടികളിലൂടെ മാത്രമേ മണ്ണെടുക്കാനൊക്കെ സാധിക്കൂ. അങ്ങനെയെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മണ്ണെടുക്കുമ്പോൾ അതിന് കൃത്യമായൊരു സുരക്ഷയും കാര്യങ്ങളും വിലയിരുത്തേണ്ട അധികൃതർ പോലും ഈ ഒരു വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായും വിഷയം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു രീതിയിൽ ചർച്ചയാവേണ്ട വിഷയമാണ്. അതായത് ഒരു കുടുംബം, 2 കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഒരു വീട് എന്നത് വലിയൊരു രീതിയിലുള്ള സ്വപ്നമാണ് എല്ലാവരുടെയും. അതുപോലെ തന്നെയാണ് ഇവരും ഇത്തരത്തിൽ വീട് നിർമ്മിച്ചത്. ആ വീടിന് അടുത്തു നിന്നാണ് ഈ സ്വകാര്യ വ്യക്തി ഇത്തരത്തിൽ മണ്ണെടുക്കുന്നത്. ഇത് കഴിഞ്ഞ മഴക്കാലം തൊട്ട് ഇവർ നിരവധി തവണ കളക്ടർക്ക് ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം തന്നെയാണ് ഈ 2 കുടുംബങ്ങളും ഉന്നയിക്കുന്നത്. ഈ കുടുംബം ഇപ്പോൾ വ്യക്തമാകുന്നത് നാളെ ഒരു പക്ഷേ ഈ മഴയത്ത്, കനത്ത മഴയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും എന്നൊരു ചോദ്യം അവർ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട് വിഷ്ണു. എന്തായാലും ഈ സംഭവം വളരെ വളരെ ചർച്ചയാവേണ്ട ഒരു സംഭവമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അധികാരികൾ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാത്തത് എന്നതിനെ പറ്റി കൂടുതലായി അറിയേണ്ടതുണ്ട് വിഷ്ണു. യെസ്, വ്യക്തമാണ്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.